ഹലോ, അലന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ പോക്കും പിന്നെ ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ പോണതും അപ്പോൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളത് അതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ട റിസൾട്ടും എൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഹോസ്പിറ്റലത്തെ എൻ്റെ പേഷ്യൻ്റ് കാർഡും ഹോസ്പിറ്റലത്തെ ലീസ്റ്റ് ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻഷുറൻസ് കാർഡ്, ആധാർ കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ്, റേഷൻ കാർഡ് അതൊക്കെ ഒരു ഫയലിലും ബ്ലഡിൻ്റെ റിസൾട്ടുള്ളതൊക്കെ വേറൊരു ഫയലിലും അങ്ങനെ ആക്കിയിട്ട് വെച്ച് 2 ഫയൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എനിക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പുതപ്പ് എടുത്തിട്ടുണ്ട്, 2 ആൾക്കും പുതയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം തണുപ്പൊക്കെയാണല്ലോ, അപ്പോൾ ഇനി ട്രെയിനിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ എന്താ പാടെന്ന് അറിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ പുതപ്പ് എടുക്കാറുണ്ട്, എടുക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തോ എടുത്തോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഏട്ടനുള്ള എടുത്തു. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി എത്തിയിട്ട് ട്രെയിനിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങളെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ട്രെയിൻ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളെ കോച്ചെന്ന് പറയുന്നത് S4 ആയിരുന്നു. അപ്പോൾ S4ൽ കയറിയപ്പോൾ എല്ലാ പ്രാവശ്യവും അടിയിലത്തെ സീറ്റാണ് കിട്ടാറ്. 2 ആൾക്കും ഒന്നെങ്കിൽ മിഡിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലുള്ളത്. ഇപ്രാവശ്യം 2 ആൾക്കും മുകളിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ സൈഡിലും ഏട്ടൻ അപ്പുറത്തെ സൈഡിലും ആയിരുന്നു കേട്ടോ. അങ്ങനെ 2 ആളും 2 സൈഡിലായിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 4 മണിയൊക്കെ ആവാറായപ്പോഴത്തേന് എത്തി. 4 മണി ആവാറായപ്പോഴത്തേന് എത്തിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ RCCക്കുള്ള ബസ് വന്ന് കിടക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ട്രിപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 4 മണി ടൈമിനൊക്കെ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സ്വിഫ്റ്റ് ബസ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ RCCയിലെത്തിയിട്ട് നമ്മളവിടെ വെയിറ്റിംഗ് റൂമിൽ പോയിട്ട് ഫ്രഷാവും ഒക്കെയാണ് ചെയ്യാറ് കേട്ടോ. അല്ലാതെ ഞങ്ങൾ അതിനായിട്ട് റൂം എടുക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ടൈം പോയിരുന്നപ്പോഴൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റൂം എടുത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 2-3-4 ദിവസമൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യത്തെ തവണയൊക്കെ. ഇപ്പോൾ പിന്നെ മാസം പോവുക, ചെക്കപ്പ് ചെയ്യുക, പോരുക മാത്രമേ ഉള്ളൂ. രാവിലെ ചെന്ന ഉടനെ തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കണം. ബ്ലഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഡോക്ടറുടെ കമ്പ്യൂട്ടറിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകണം. അങ്ങനെയാണ്. ഇതാണ് വെയിറ്റ് ചെയ്തിരിക്കുന്ന റൂം കേട്ടോ. അവിടെ നമുക്ക് ഫുഡും എല്ലാതും കിട്ടും കേട്ടോ. ജയിലിൽ നിന്ന് വരുന്ന ഫുഡാണ്. അവിടെ ഒരു പോലീസുകാരുണ്ടാവും അടുത്ത് തരാനൊക്കെ. നമുക്ക് നല്ല ഒരു പെരുമാറ്റം കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫ്രഷാവലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ബ്ലഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ ഒരു ചായ കുടിക്കും. ചായക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ ഉഴുന്നുവട കഴിക്കും, അല്ലെങ്കിൽ പത്തിരി ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാറുള്ളൂ. അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ കാണലൊക്കെ 1 മണിയാകുമ്പോഴത്തേനും ഡോക്ടറെ കാണലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരുകയാണ് ചെയ്യുക. ഇവിടെ കാണാനൊക്കെ കുറേ സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വേഗം ഡോക്ടറെ കാണിക്കണോ പോരുന്നു അത്ര തന്നെ. ഒരു വട്ടം എങ്ങാനോ ഡോക്ടറെ കാണിക്കൽ കഴിഞ്ഞിട്ട് കുറേ ടൈമുള്ളതുകൊണ്ട് ട്രെയിന് കുറേ ടൈമുള്ള കാരണം ഏട്ടനൊന്ന് സൂ ഒക്കെ കാണിക്കാൻ കൊണ്ടുപോയി. അന്ന് ഞാൻ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചാൽ മതി. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോണതൊക്കെ ഞാൻ അപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വന്ദേ ഭാരത് ട്രെയിന് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ട്രെയിന് ഏതോ മലബാർ എക്സ്പ്രസ് ചെയ്യുമെന്ന് തോന്നുന്നു. ഒരു 6:45 ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി അങ്ങനെ പോന്നു. അപ്പോൾ ട്രെയിനിൽ വെച്ച് 3 ആൺകുട്ടികളെ പരിചയപ്പെട്ടു കേട്ടോ. അതിൽ ചെറുതിനെ കണ്ടപ്പോഴേക്കും തുമ്പിയുടെ പ്രായം തോന്നുന്നു. അതിനെ തുമ്പിനെ ഓർമ്മ വന്നു. ഞാൻ വിചാരിച്ചു പെൺകുട്ടിയാണ് വിചാരിച്ചു. ഒരു കാല് കുത്തിയിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ ആൺകുട്ടിയാണ്. എന്തോ അമർനാഥ് അങ്ങനെ എന്തോ പേര് പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എൻ്റെ വർത്താനം ഇതൊക്കെ.
അങ്ങനെ ഞങ്ങൾ എന്താണ് ട്രെയിനിൽ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടി ചിപ്സൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ ആൾക്ക് അതൊക്കെ കൊടുത്തുട്ടാ. എന്നോട് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുക, അതെന്താന്നൊക്കെ ചോദിച്ചിട്ട് വർത്താനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി എത്തിയിട്ട് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ നമ്മളെ വെള്ളിയങ്കലിൽ പാലെത്തിയപ്പോൾ ഞാൻ പാലത്തുമ്മന്ന് കൂടെ പോരുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ. ഏട്ടൻ ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണേനൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുക, ഞാൻ ചീത്ത പറയല്ല, എന്താ പറയുക, ഞാനിങ്ങനെ ചെറുതായി ഓരോ ഭാഗമല്ലേ എടുക്കണുള്ളൂ. അപ്പോൾ എടുക്കണമെങ്കിൽ ഫുള്ള് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറയാം. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറി എടുക്കാൻ പറ്റുമെന്നുള്ളത് അത് പേടിയായിരുന്നു കേട്ടോ. പേടി പറഞ്ഞാൽ അങ്ങനെ എടുക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാത്തത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞ് 31-ാം തീയതി നമ്മൾ ഓണം സെലിബ്രേഷൻ ആട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബോക്സൊന്നും പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലെ ഹോം തിയേറ്റർ തന്നെയായിരുന്നു ഞങ്ങൾ കൊടുന്നിരുന്നത് കേട്ടോ പാട്ട് വയ്ക്കാനായിട്ട്. ഹോം തിയേറ്റർ കൊടുന്ന് അതിലാണ് പാട്ട് വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വക ഫുഡ് ബിരിയാണി ആയിരുന്നു. ബീന ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഞങ്ങളെ കോർഡിനേറ്ററും ഞങ്ങളെ ഗജാഞ്ചും എല്ലാതുമാണ് ഞങ്ങളെ ബീന ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫുഡൊക്കെ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും മക്കൾക്കൊക്കെ ആദ്യം വിളമ്പി കൊടുത്ത് പിന്നെ ലാസ്റ്റാണ് ഞങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു, ഒരു മുട്ട ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അങ്ങനെ കോഴിമുട്ട ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ പായസം വെച്ചിരുന്നു ബീന ചേച്ചിയുടെ വക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പായസം വെച്ചിരുന്നു. പരിപ്പ് പായസമായിരുന്നു, പായസം വെച്ചിരുന്നു. പിന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ 12 മണിക്ക് മുറിക്കാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് ഞങ്ങൾ കേക്ക് ഏൽപ്പിച്ചിരുന്നത്. അത് നന്നായി കേക്ക് ഉണ്ടാക്കും, എനിക്ക് നല്ല ഇഷ്ടമാണ് അവളെ കേക്ക്. പിന്നെ ഹോം മെയ്ഡ് കേക്ക് ആകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും ഇതും ഉണ്ടാവുമല്ലോ. അങ്ങനെ അവളുടെ അടുത്ത് നിന്ന് കേക്ക് ഏൽപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അംഗനവാടിക്ക് എത്തി. പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അവിടെ കുറേ ആൾക്കാർ ഡാൻസൊക്കെ. അതിൻ്റെ ഇടയിൽ വൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ആൾക്കാർ വൈനൊക്കെ കുടിച്ചു, നല്ല രസമായിരുന്നു. അങ്ങനെ എന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. കുറേ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, എൻ്റെ ഫോൺ ആ ടൈമിന് സ്വിച്ച് ഓഫ് ആയിട്ടോ. ഫോണ് സ്വിച്ച് ഓഫ് ആയപ്പോഴേക്ക് വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ പൊളിക്കുകയാണ്. 2024 കഴിയല്ലേ, 25ക്ക് കിടക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മുതലാണ് ഞങ്ങളിങ്ങനെ ഒരു ഫണ്ടൊക്കെ രൂപീകരിച്ച് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പലിശക്കൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് പൈസ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് ഡാൻസ് കളിക്കുന്നത്. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് നല്ല പൊളിച്ചിട്ടാണ് ഞാൻ ന്യൂ ഇയറാണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട്. എന്താ പറയുക, നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട്. സുറുമേമുണ്ട്, മനീഷുണ്ട്, രേഷ്മയുണ്ട്, സൗമ്യയുണ്ട്, പ്രസീത, അജിത, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പറഞ്ഞ. പിന്നെ എൻ്റെ അമ്മ ഉണ്ട്, ശ്രീജ മേമുണ്ട്, വല്യമ്മമാരുണ്ട്, ഞങ്ങളെ കുട്ടിച്ചൻ്റെ ഭാര്യമാരുണ്ട്, പാപ്പന്മാരുടെ ഭാര്യമാരുണ്ട്, അവരുടെ മക്കളുണ്ട്. തുമ്പിയാണ് ഇട്ടായിരിക്കുന്നത്, തുമ്പിയൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഫുൾ പരിപാടിയും കഴിഞ്ഞിട്ടാണ് തുമ്പിപ്പോയത്. പിന്നെ പൂത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, പൂത്തിരി മക്കൾക്കൊക്കെ കത്തിക്കാൻ വേണ്ടി പൂത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ചൈനീസ് ഉണ്ടായിരുന്നു, ചൈനീസ് പടക്കണ്ടല്ലോ മേലെ പോയി പൊട്ടുന്നത്, അതുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞ് ഇങ്ങനെ മേശപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ, മേശപ്പൂ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒരു പിരിപിരി ചെല്ലിയിട്ട് പൊട്ടണൊരു പടക്കമുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അതൊക്കെ നല്ല പോലെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പാട്ട് നിന്നിട്ട് അതൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് നിന്നത്. പാട്ട് നിന്ന കാരണം ആകെ എല്ലാവരും ഡള്ളായി. പാട്ടുണ്ടെങ്കിലല്ലേ ഒരു ഉഷാറുള്ളൂ. അങ്ങനെ പാട്ടൊന്ന് നിന്നിരുന്നു കേട്ടോ. ഹോം തിയേറ്ററിൻ്റെ വയറിന് എന്തോ കേടുതായിട്ട്. അപ്പോൾ ആ ടൈമിന് വേറൊരു ബോക്സ് വന്നിട്ട് ഞങ്ങൾ പാട്ട് വയ്ക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഞങ്ങൾ വിടില്ല വെച്ചിട്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ആ ബോക്സ് കൊടുത്തിട്ട് കുറേ പാട്ട് വെച്ചിട്ട് അങ്ങനെ കളിച്ചു. ലാസ്റ്റ് നല്ല രസമായിരുന്നു. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും നമ്മളുടെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് തന്നിട്ടുണ്ട്. ഇതാ അവരെല്ലാവരും കൂടിയിട്ട് പൂത്തിരിയൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തെങ്കിലും കുറവുകളുണ്ടായാലും അടുത്ത പ്രാവശ്യത്തേക്ക് അതിലും ഗംഭീരമാക്കണം എന്നാണ് ഞങ്ങളുടെ മനസ്സിൽ. കാരണം ഇതിനെല്ലാം ഓടി നടന്നത് ഞാനും പിന്നെ
മനീഷയും ബീന ചേച്ചിയും കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഞങ്ങളാണ് ഓരോന്ന് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ മനീഷയാണ് ഏറ്റത്. അതുപോലെ കേക്കിൻ്റെ കാര്യം ഞാനും. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞു.